പെരിന്തൽമണ്ണ വീണ്ടും കാൽപന്ത് കളിയുടെ ആരവത്തിലേക്ക്. 52ാമത് ഖാദർ അലി ട്രോഫി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 20 വെള്ളിയാഴ്ച നെഹ്റു സ്റ്റേഡിയത്തിൽ തുടങ്ങും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയകാല ഫുട്ബോൾ താരങ്ങളായിരുന്ന മൺമറഞ്ഞ ഖാദറിന്റെയും മുഹമ്മദ് അലിയുടെയും നാമധേയത്തിലുള്ള 52ാമത് ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 24 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക രംഗത്തും സാംസ്കാരിക ജീവകാരുണ്യ രംഗങ്ങളിലുമെല്ലാം സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഖാദർ ആൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബാണ് തുടർച്ചയായി ടൂർണമെന്റ് സംഘടിപ്പിച്ചു വരുന്നത്. 24 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. രാത്രി 7:30 കിക്ക് ഓഫ്. 10,000 പേർക്കിരുന്ന് മത്സരം കാണുന്നതിനുള്ള സ്റ്റീൽ ഗാലറി തയ്യാറായി കഴിഞ്ഞു. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിനും കായിക മേഖലയുടെ പുരോഗതിക്കും വേണ്ടിയുമാണ് വിനിയോഗിച്ചു വരുന്നത്. ഈ ടൂർണമെന്റ് 52 ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ 52 ടൂർണമെന്റിന്റെയും അതിന്റെ ലാഭം പെരിന്തൽമണ്ണയിലെ ജീവകാരുണ്യ സേവന ഫുട്ബോൾ രംഗത്താണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വർഷം മാത്രമല്ല, 52 ടൂർണമെന്റുകളിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഈ 52 ടൂർണമെന്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പെരിന്തൽമണ്ണയിലെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്ത് ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ പെരിന്തൽമണ്ണയിലെ ഒട്ടുമിക്ക ഓഫീസുകൾക്ക് വേണ്ടി, ആശുപത്രിക്ക് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഒരു ക്ലബിനും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചരിത്രം തന്നെയാണ് ഖാദർ അലി ക്ലബിന് ഉള്ളത്. ഈ സീസണിൽ 5 വിദേശ താരങ്ങളെ ഒരു ടീമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും 3 പേരെ കളിക്കുന്നതിനും അനുവദിക്കും. അതിനാൽ ശക്തമായ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ മികച്ച മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ടീമുകളാണ് ഈ വർഷം. എല്ലാ ടീമുകളും ഏത് ടീമാണ് നല്ല ടീം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ 5 വിദേശ താരങ്ങൾ ഓരോ ടീമിലും സൈൻ ചെയ്യാൻ കഴിയും. ഒരേ സമയം 3 പ്ലേയേഴ്സിന് ഗ്രൗണ്ടിൽ കളിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നല്ല നല്ല വിദേശ താരങ്ങൾ ഇറങ്ങുന്ന ഒരു ടൂർണമെന്റ് കൂടിയാണ്. ഏകദേശം എല്ലാ വിദേശ താരങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നല്ല ഒരു മത്സരം കാഴ്ചവെക്കാൻ ഈ ഡിസംബർ 20 മുതൽ പെരിന്തൽമണ്ണയിലെ നെഹ്റു സ്റ്റേഡിയം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെയുള്ള ജില്ലയിലെ 4ാമത്തെ ടൂർണമെന്റാണ് പെരിന്തൽമണ്ണ ഖാദർ അലി ട്രോഫി. കഴിഞ്ഞ വർഷത്തെ വിജയികളായ സ്കൈ ബ്ലൂ എടപ്പാളും KDS കീഴ്ശേരിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ടൂർണമെന്റിൽ 50 വയസ്സിന് മുകളിലുള്ളവരുടെ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റും അണ്ടർ 20 മത്സരവും നടക്കും. ഈ ക്ലബിന്റെ ദീർഘകാലം ട്രഷററും പെരിന്തൽമണ്ണയിൽ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരം കൂടിയായിരുന്നു NA കുഞ്ഞാപ്പ. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അണ്ടർ 20 ഫുട്ബോള് ഞങ്ങൾ തുടക്കം കുറിച്ചത്. അത് 5 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ്. 24 ടീം ഉൾക്കൊള്ളുന്ന അണ്ടർ 20 ഫുട്ബോള് 5 മണിക്ക് ആരംഭിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട ഈ പെരിന്തൽമണ്ണയിലെ സംസ്ഥാന തലത്തിൽ കളിച്ച് അറിയപ്പെടുന്ന ഒരു താരമായിരുന്നു പച്ചീരി ഉസ്മാൻ. ആ ഉസ്മാന്റെ സ്മരണയ്ക്ക് വേണ്ടി 18ാമത് വെട്ടൻസ് ഫുട്ബോളാണ് ഈ വർഷം ഞങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. 18 വർഷം കേരളത്തിൽ തന്നെ വെട്ടൻസ് ഫുട്ബോളിന് തുടക്കം കുറിച്ച ഒരു ക്ലബും കൂടിയാണ്. ടൂർണമെന്റിൽ വനിതകൾക്കും വികലാംഗർക്കും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും സൗജന്യമായി കളി കാണാനുള്ള സൗകര്യം ഒരുക്കും. വനിതകൾക്കും കൂടെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അംഗവൈകല്യമുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് ഈ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് സൗജന്യമായി കാണാനുള്ള ഒരു അവസരം കൂടി ഈ വർഷം ഖാദർ അലി ടൂർണമെന്റ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ പെരിന്തൽമണ്ണക്കാരുടെ അഭിമാനിക്കാവുന്ന ഒരു ടൂർണമെന്റും ചെയ്യാത്ത ഒരു വ്യത്യസ്ത സംവിധാനമാണ് ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ടൂർണമെന്റിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടക്കും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ P. ഷാജി, ഖാദർ അലി ക്ലബ്ബ് പ്രസിഡന്റ് C. മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, ട്രഷറർ മണ്ണിൽ ഹസൻ, H. മുഹമ്മദ് ഖാൻ, മണ്ണേങ്ങൽ അസീസ്, യൂസഫ് രാംപുരം, MK കുഞ്ഞായ്മു, EK സലീം, ഡോക്ടർ നിലാർ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടന സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് എല്ലാവരെയും അതിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക്. ഈ ടൂർണമെന്റിൽ
ഒരു പ്രത്യേകതയുള്ളത്, ഏറെ പ്രത്യേകതയുള്ള ടൂർണമെന്റാണ് നമ്മുടെ ഖാദർ അലി. ഇത്തവണ ഏറെ പ്രത്യേകത ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ സെവൻസ് ഫുട്ബോളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് വീക്ഷിക്കാൻ വേണ്ടി മുമ്പില്ലാത്ത വിധം വനിതകൾ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന്, അതിനെ വെൽക്കം ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മൾ ഈ ടൂർണമെന്റ് മുതൽ ഒരു പ്രത്യേകത ഏർപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടാവും അത് വനിതകൾക്ക്, അതേപോലെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഭിന്നശേഷിക്കാർക്കായിട്ടൊക്കെ സൗജന്യമായിട്ടാണ് പ്രവേശനം. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള വനിതകളും ഭിന്നശേഷിക്കാരും കുട്ടികളും ഒക്കെ തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സിൽ ഡിസംബർ 15 മുതൽ 30 വരെ ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ സെയിൽ. 2.9% പണിക്കൂലിയിൽ ചെയിൻസ്, ബാംഗിൾസ്, ആംഗ്ലെറ്റ്, ബ്രേസ്ലെറ്റ്സ്. 4.9% പണിക്കൂലിയിൽ ആന്റിക് ആഭരണങ്ങൾ. 4.9% പണിക്കൂലിയിൽ ടർക്കിഷ് ആൻഡ് സിംഗപ്പൂർ ആഭരണങ്ങൾ. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വരവേൽക്കാം ഈ പുതുവർഷത്തെ പോപ്പുലറിനൊപ്പം. പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ.